ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നുള്ളതാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ വിവിധ തരം സംസ്കാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് പണ്ട് കാലത്ത് നദീതടങ്ങളിൽ വിവിധ തരം സംസ്കാരങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. അതിൽ ഓരോന്നുമാണ് ഈ പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരം, ചൈനീസ് സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം എന്നിവയെല്ലാം ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സോ നമുക്ക് വൈകാതെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഈ പാഠഭാഗം ആരംഭിക്കുന്നത് തന്നെ ഒരു പുസ്തകത്തിൽ നിന്നെടുത്ത ഏതാനും വരികൾ പറഞ്ഞുകൊണ്ടാണ്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ളത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പുസ്തകമാണിത്. മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളാണ് ഈ സമാഹാരത്തിൽ, ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ GK ഭാഗത്ത് നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം കൂടിയാണത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഭാഗത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത്. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. ഇത്രയാണ് ആ ഭാഗത്തിൽ പറയുന്നത്. അതായത് ഈ ജവഹർലാൽ നെഹ്റു മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധിയും കൂടി ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കാഴ്ച ബംഗ്ലാവിൽ പോയപ്പോൾ അവിടെ ഒരു ആളെ കണ്ടുമുട്ടുകയാണ്. ആ ആൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു തലയോട് ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചിരുന്നത് ആരൊക്കെ കണ്ടു? ജവഹർലാൽ നെഹ്റു മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധിയും കണ്ടിട്ടുണ്ടായിരുന്നു. അത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യമാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിനോട് ചോദിക്കുന്നത്. അത് തന്നെ പിന്നെ ജവഹർലാൽ നെഹ്റു വിശദീകരിച്ച് കൊടുക്കുകയാണ്. അത് ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണ്. ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് ആ തലയോട് ഉണ്ടായിരുന്ന മനുഷ്യന്മാരെ ഇപ്പോൾ പറയുന്നത് എന്നൊക്കെ ജവഹർലാൽ നെഹ്റു മകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പിന്നെ പറയാണ് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു സ്ഥലത്ത് കുഴിച്ചപ്പോൾ കണ്ടു കിട്ടിയതാണ് ആ തലയോട്. അതുകൊണ്ടാണ് അതിനങ്ങനെ പേര് വന്നത് എന്നും ജവഹർലാൽ നെഹ്റു മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ദിരാഗാന്ധി വെറും 10 വയസ്സുള്ള ഒരു മകളായിരുന്നപ്പോഴാണ് ഈ ജവഹർലാൽ നെഹ്റു ഈ കത്തുകൾ അയച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കുട്ടീനെ എഡ്യൂക്കേറ്റഡ് ആക്കാൻ ഇന്ദിരാഗാന്ധിക്ക് അറിവുകൾ പകർന്നു കൊടുക്കുകയാണ് ജവഹർലാൽ നെഹ്റു. ആ ഒരു ഭാഗമാണ് ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്ര ശേഷിപ്പ് എന്താണ്? ഹൈഡൽബർഗ് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം കുഴിച്ചപ്പോൾ കണ്ടുകിട്ടി എന്നാണ് പറയുന്നത്. പിന്നെ ആദിമ മനുഷ്യൻ്റെ ഈ ചരിത്രശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അത് കുട്ടികളോട് ഉള്ള ഒരു ചോദ്യമാണ്. പിന്നെ പൂർവികരെ കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അതായത് നമുക്ക് എത്ര തലമുറ വരെ നമ്മുടെ പാരൻസ്, അവരുടെ പാരൻസ്, അങ്ങനെ എത്ര പൂർവികന്മാരെ വരെ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു ബോക്സ് ഉണ്ട്, BCE CE. അതായത് ഇവിടെ പറയുന്നത് എന്താ? കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു എന്നാണ്. ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്ന് പൊതുവർഷത്തിന് മുൻപ് എന്ന് പറയും, അതായത് ബിഫോർ കോമൺ എറ അല്ലെങ്കിൽ BCE. രണ്ടാമത്തതാണ് പൊതുവർഷം, അത് കോമൺ എറ അല്ലെങ്കിൽ CE എന്നറിയപ്പെടും. ഇത് പണ്ട് കാലത്ത് എന്തായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ BC AD എന്നിങ്ങനെയായിരുന്നു വിഭജിച്ചിരുന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലം BC ബിഫോർ ക്രൈസ്റ്റ് എന്നും ക്രിസ്തുവിൻ്റെ ജനനത്തിന്
ശേഷമുള്ള കാലം AD അല്ലെങ്കിൽ ആനോ ഡൊമിനി എന്നുമായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇത് യഥാക്രമം BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. അതായത് മുൻപുള്ള കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഈ ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അത് ബിഫോർ ക്രൈസ്റ്റ് BC എന്നും ആനോ ഡൊമിനി അല്ലെങ്കിൽ ക്രൈസ്റ്റിൻ്റെ ജനനത്തിന് ശേഷമുള്ള AD എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് യഥാക്രമം ഇതിൻ്റെ പേരുകൾ മാറിയിട്ട് BCൻ്റെ പേര് BCE എന്നും ബിഫോർ കോമൺ എറ എന്നും ADൻ്റെ പേര് മാറ്റിയിട്ട് കോമൺ എറ എന്നും ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. CE BCE എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. CE എങ്ങനെയാണ് ഈ ഭാഗത്തേക്കാണ് വരുന്നത്. CE 100 ഇവിടെയാണ്, CE 200 ഇവിടെയാണ്, 300 ഇവിടെയാണ്, CE 400 ഇവിടെയാണ്, അങ്ങനെയാണ് പോകുന്നത്. BCE ആകുന്ന സമയത്ത് ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. BCE 100 എന്ന് പറഞ്ഞാൽ ഇവിടെ, 200 എന്ന് പറഞ്ഞാൽ അതിൻ്റെയും മുന്നേ, 300 എന്ന് പറഞ്ഞാൽ അതിൻ്റെയും മുന്നേ, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു നോട്ട് കൂടെ തന്നിട്ടുണ്ട്. ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, പേരും തന്നെ ഉണ്ട്. നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. ഒരു ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ്. അതും പേരിൽ തന്നെ ഉണ്ട്, ദശലക്ഷം വർഷം. ദശം എന്ന് വെച്ചാൽ 10 ആണല്ലോ, 10 ലക്ഷം വർഷം എന്നാണ് അർത്ഥം. ഇനി നമുക്ക് പറയാനുള്ളത് മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. എന്താണ്? മനുഷ്യ ഫോസിലുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആദിമ മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്നത്. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് എന്ത്? മനുഷ്യ ഫോസിലുകൾ എന്ന് പറയുന്നത്. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ മണ്ണിൽ കുഴിച്ചെടുക്കുന്ന സമയത്ത് പലതരം ഫോസിലുകൾ കിട്ടും അല്ലേ? ഈ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിച്ചുകൊണ്ട് പണ്ട് കാലത്ത് ആദ്യമായിട്ടുണ്ടായത് ഏതാണ്, അതിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ പരിണാമമാണ് സംഭവിച്ചത് എന്നൊക്കെ ഈ കാലഘട്ടം തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഫോസിലുകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവരുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവർ പാറകളിൽ പതിഞ്ഞിരിക്കുകയാണ്, അത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കുഴിച്ചെടുത്തിട്ട് കാലഗണനയൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി മനുഷ്യ പരിണാമം എന്താണെന്നുള്ളത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ചാൾസ് ഡാർവിൻ. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റങ്ങളിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റങ്ങളിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ജൈവമാറ്റമുണ്ട്, രാസമാറ്റമുണ്ട്. അതുപോലെ കുറേ ജൈവിക മാറ്റങ്ങളിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആര്? ചാൾസ് ഡാർവിൻ. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. പരിണാമം എന്ന പേര് നൽകിയത് ആരാണ്? ചാൾസ് ഡാർവിനാണ്. ഓർത്ത് വെക്കുക, ചാൾസ് ഡാർവിനാണ് പരിണാമം എന്ന പേര് നൽകിയത്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റങ്ങൾക്കാണ് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകിയത്. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ആ പുസ്തകത്തിൻ്റെ പേരും വർഷവും നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. 1859 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം. അദ്ദേഹം മനുഷ്യ പരിണാമത്തെക്കുറിച്ചാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ചാൾസ് ഡാർവിനെ കുറിച്ച് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. 1809 ഫെബ്രുവരി 12 അദ്ദേഹം ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. 1809 ഫെബ്രുവരി 12 അദ്ദേഹം ജനിക്കുന്നത്. ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഭൂമിയിൽ എങ്ങനെ ജീവൻ ഉത്ഭവിച്ചു, അതുപോലെ തന്നെ എങ്ങനെ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ഉണ്ടായി, ഇതൊക്കെ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ
ആണ് ആര്? ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. അദ്ദേഹം എന്താണ് പരിണാമ സിദ്ധാന്തത്തിലൂടെ പറയുന്നത്? എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തു എന്നുമാണ് ആര് പറയുന്നത്? ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ പറയുന്നത്. സോ നമ്മൾ ചാൾസ് ഡാർവിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തൊക്കെയാണ്? 1809 ഫെബ്രുവരി 12 അദ്ദേഹം ജനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പരിണാമ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ചാൾസ് ഡാർവിനാണ്. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തു എന്നും പറയുന്നത് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിലാണ്. അതുപോലെ തന്നെ 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം ആരാണ് രചിച്ചത്? നമ്മുടെ ചാൾസ് ഡാർവിനാണ്. അദ്ദേഹം ആ പുസ്തകത്തിലൂടെ മനുഷ്യ പരിണാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് എന്താ? മനുഷ്യരുടെ പൂർവികർ. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കൂ. അതായത് നമ്മൾ മനുഷ്യർ, ഈ ആദിമ മനുഷ്യരുടെ രൂപം എങ്ങനെയാണ് വന്നത്, എന്തിൽ നിന്ന് പരിണമിച്ചാണ് വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. സസ്തനികളിൽ നിന്നുള്ള ഒരു വിഭാഗമായിട്ടുള്ള പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം സസ്തനികൾ എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് എന്ത് പറയുന്നത്? സസ്തനികൾ എന്ന് പറയുന്നത്. ഈ സസ്തനികളിൽ ഒരു വിഭാഗമായിട്ടുള്ള പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഫ്ലോ ചാർട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് പ്രൈമേറ്റുകൾ, സസ്തനികളിലെ ഒരു വിഭാഗമായിട്ടുള്ള പ്രൈമേറ്റുകളിൽ നിന്ന് ആരംഭിച്ച് അതിനുശേഷം വരുന്ന ആളുകളാണ് ഹോമിനോയിഡുകൾ. ഹോമിനോയിഡുകൾ എന്ന് വെച്ചാൽ 4 കാലിൽ നടക്കുന്ന ജീവികൾ. അതിനുശേഷം ഹൊമിനിഡുകൾ വരുന്നു. ഹൊമിനിഡുകളുടെ പ്രത്യേകത ഇരുകാലിൽ നടക്കുന്ന ആളുകളാണ്. അതിനുശേഷം ഈ ഹോമിനിഡുകൾ രണ്ടായിട്ട് തിരിയാണ്. ഒന്ന് ആസ്ട്രലോപിത്തേക്കസും രണ്ടാമത്തത് ഹോമോയും. ഇതിൽ ഹോമോ എന്ന ഭാഗത്താണ് നമ്മുടെ മനുഷ്യന്മാരുടെ ഒക്കെ വരുന്നത്. ആദിമ മനുഷ്യരായിട്ടുള്ള ഹോമോ സാപ്പിയൻസ് ഒക്കെ വരുന്നത് ഏതിലാണ്? ഹോമോ എന്നുള്ള ഭാഗത്താണ്. ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ് ഇതൊക്കെയാണ് ഹോമോൻ്റെ അണ്ടറിൽ വരുന്നത്. ഹോമോ ഹാബിലിസ് ആണെങ്കിൽ ഉപകരണ നിർമ്മാതാക്കളാണ്. ഹോമോ ഇറക്റ്റസ് ആണെങ്കിൽ നിവർന്ന് നിൽക്കുന്ന മനുഷ്യരാണ്. ഹോമോ സാപ്പിയൻസ് ആണെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യരാണ്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ആദ്യം പ്രൈമേറ്റുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്രൈമേറ്റുകൾ സസ്തനികളിലെ ഒരു വിഭാഗമാണ്. പിന്നെ 4 കാലിൽ നടക്കുന്ന ഹോമിനോയിഡുകളിലേക്ക് എത്തുന്നു. പിന്നെ ഇരുകാലികളിൽ നടക്കുന്ന ഹോമിനിഡുകളിലേക്ക് എത്തുന്നു. അത് പിന്നീട് രണ്ടായിട്ട് തിരിയുന്നു, ആസ്ട്രലോപിത്തക്കസും ഹോമോയും. ഇതിൽ ഹോമോ എന്ന വിഭാഗത്തിലാണ് ആദിമ മനുഷ്യരൊക്കെ വരുന്നത്. അതിൽ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ് എന്നിങ്ങനെ വിവിധ തരങ്ങളുണ്ട്. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ ഉപകരണ നിർമ്മാതാക്കൾ, ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ നിവർന്ന് നിൽക്കുന്ന മനുഷ്യർ, ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യർ. ഇതൊക്കെയാണ് വരുന്നത്. ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ് എന്നിവയെന്ന് ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസ് എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ്. നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യർ ആയിട്ടുള്ള ഹോമോ സാപ്പിയൻസിലാണ് നമ്മൾ പെടുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശിലായുഗം, വിവിധ ശിലായുഗങ്ങൾ, പ്രാചീനം, മധ്യം, നവീന ശിലായുഗങ്ങൾ, പിന്നെ അതിനുശേഷം വരുന്ന നദീതട സംസ്കാരങ്ങൾ, ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.